റൂട്ട് ഓഫ് 100 ഹരിക്കണം റൂട്ട് ഓഫ് 0.01. റൂട്ട് ഓഫ് 100 ഹരിക്കണം റൂട്ട് ഓഫ് 0.01. റൂട്ട് ഓഫ് 100 100ൻ്റെ റൂട്ട് 100ൻ്റെ വർഗ്ഗമൂലം 100ൻ്റെ വർഗ്ഗമൂലം എത്രയാണ് 10 ആണ് അല്ലേ 10 × 10 100 ആണ് 10 × 10 100 അപ്പോൾ 100ൻ്റെ റൂട്ട് 10 ഹരിക്കണം 0.01ൻ്റെ റൂട്ട് ദശാംശ സംഖ്യയുടെ റൂട്ട് എങ്ങനെ കാണുക ദശാംശ സംഖ്യയുടെ റൂട്ട് കാണുമ്പോൾ നമ്മൾ ദശാംശം ഒഴിവാക്കുക ഈ ദശാംശം ഒഴിവാക്കിയാൽ പിന്നെ 0 വിലയില്ല പിന്നെ 1 മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ ദശാംശ സംഖ്യയുടെ റൂട്ട് കാണുമ്പോൾ ദശാംശം ഒഴിവാക്കുക അപ്പോൾ സംഖ്യ എത്രയാണ് 1 1ൻ്റെ റൂട്ട് എത്രയാണ് 1ൻ്റെ റൂട്ട് 1 ആണ് 1ൻ്റെ റൂട്ട് 1 ആണ് 1 × 1 1ൻ്റെ റൂട്ട് എഴുതി നമ്മൾ എന്ത് ചെയ്തു ദശാംശം ഒഴിവാക്കിയിട്ടാണ് കണ്ടത് ആ ദശാംശത്തിൽ ഉൾക്കൊള്ളിക്കണം ഇനി ദശാംശം ഒഴിവാക്കിയിട്ടാണ് കണ്ടത് ദശാംശം ഉൾക്കൊള്ളിക്കണം അതെങ്ങനെയാണ് ദശാംശം കഴിഞ്ഞിട്ട് എത്ര ആക്കേണ്ടത് നോക്കുക ദശാംശം കഴിഞ്ഞിട്ട് എത്ര ആക്കേണ്ടത് 2 റൂട്ട് കാണുമ്പോൾ എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ടോ അതിൻ്റെ പകുതി കാണുക റൂട്ട് കാണുമ്പോൾ എത്ര ദശാംശ സ്ഥാനം ഉണ്ടോ അതിൻ്റെ പകുതി കാണുക 2ൻ്റെ പകുതി 2/2 എത്രയാണ് 1 എന്നിട്ട് അത്രയും സ്ഥാനം ഇവിടെ വരണം അത്രയും ദശാംശ സ്ഥാനം ഇവിടെ വരണം എത്ര ഈ ഒരു സ്ഥാനം ഇവിടെ വരണം അതിൻ്റെ അർത്ഥം ഇവിടെ പോയിന്റ് ഇട്ടാൽ മതി ഇപ്പോൾ ഒരു ദശാംശ സ്ഥാനമായില്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 0.1 എന്ന് എഴുതാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 2 കിട്ടി അല്ലേ 10 ഹരിക്കണം 0.1 10/0.1 ഇനി ദശാംശ സംഖ്യയോട് എങ്ങനെ ഹരിക്കുക ദശാംശ സംഖ്യയോട് ഹരിക്കുമ്പോൾ ദശാംശം ഇപ്പോൾ ഛേദത്തിലാണ് ദശാംശം ഉള്ളത് അതിലത്തെ ദശാംശങ്ങൾ കളയുക ദശാംശ സംഖ്യയോട് ഹരിക്കുമ്പോൾ ഛേദത്തിൽ ദശാംശമുണ്ട് ആ ദശാംശം ഒഴിവാക്കി ആ സംഖ്യ എന്ത് വരും 1 ഛേദത്തിൽ ദശാംശം ഒഴിവാക്കിയതിന് പകരമായിട്ട് നമ്മൾ അംശത്തിൽ എന്ത് ചെയ്യണം അംശത്തിൽ ഒരു 0 ചേർക്കണം ഛേദത്തിൽ എന്ത് ചെയ്തു ഒരു ദശാംശ സ്ഥാനം ഒഴിവാക്കി അതിന് പകരമായിട്ട് അംശത്തിൽ ഒരു 0 ചേർക്കുക അവിടെ ഒരു 0 ചേർത്താൽ എന്താവും 100 എന്ന് വരും 100/1 എത്രയാണ് ഉത്തരം 100